الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ എല്ലാ ഖൈറാത്തുകളും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അസത്യങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരായി സത്യത്തിന്റെ പൂർണ്ണമായ വിജയം സമ്മാനിച്ച ലോക ചരിത്രത്തിലെ അതുല്യമായ സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ടാണ് ബദറിനെ നമ്മൾ കാണുന്നത്. ഹിജ്റ 2-ാം വർഷം റബീഉൽ അവ്വൽ 17-ന് ഇസ്ലാമും മുശ്രിക്കുകളുമായി നടന്ന യുദ്ധത്തിൽ ഇസ്ലാമിൽ വിജയമുണ്ടാവുകയാണ്. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടി. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സംഘവും മറ്റൊന്ന് മുശ്രിക്കുകളുടെ സംഘവുമായിരുന്നു. ആ ദിവസത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സത്യാസത്യ വിവേചന ദിവസം എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ റമളാനിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും ഫുർഖാൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ. എല്ലാ നിലക്കും പരിശുദ്ധ റമളാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസി സമൂഹത്തിന് ധാരാളം ഗുണപാഠങ്ങൾ, ധാരാളം വെളിച്ചം സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ പ്രാപ്തമാക്കുന്ന ചരിത്രബോധമാണ് റമളാനിലെ ബദർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആത്മാവിന് ശക്തി പകരുന്ന ധാരാളം കാര്യങ്ങളാണ് റമളാനിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. റമളാനിലെ നോമ്പ്, റമളാനിലെ ഖിയാമുൽ ലൈലുകൾ, രാത്രി നമസ്കാരങ്ങൾ, തറാവീഹ്,
അതുപോലെ തന്നെ റമദാനിലെ ദാനധർമ്മങ്ങൾ, റമദാനിലെ ഖുർആൻ പാരായണങ്ങളൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് നിറക്കുകയും അവരുടെ ആത്മാവിന് ശക്തി പകരുകയും ചെയ്യുന്ന കാര്യമാണെങ്കിൽ, അതോടൊപ്പം റമദാനിന്റെ ചരിത്രബോധം എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മുന്നോട്ട് പോകാനുള്ള ആത്മാവിന് ശക്തി പകർന്നു നൽകുന്ന വലിയ പാഠങ്ങളാണ് ബദർ നമ്മളോട് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിലെ പ്രഥമമായ ഒരു യുദ്ധമാണ്. ഇസ്ലാമിന്റെ ശക്തി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുന്നിലും ലോകത്തിനു മുന്നിലും പ്രകടമാകുകയായിരുന്നു ബദറിലൂടെ. സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ച ഘടകമാണ് ബദറിലൂടെ നമ്മൾ കാണുന്നത്. ബദർ എന്ന് പറയുന്നത് അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം കക്ഷിത്വത്തിനും ഗോത്രമഹിമയ്ക്കും വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ തീർത്തും അതിനെതിരായി വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം നടന്ന ഒരു യുദ്ധമായി വിശ്വാസികളിൽ ബദറിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഗോത്ര ഉന്നതിക്ക് വേണ്ടിയായിരുന്നില്ല, അധികാരമോഹങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, മറ്റ് ഭൗതിക താല്പര്യങ്ങൾക്കൊന്നും വേണ്ടിയായിരുന്നില്ല ബദർ സംഭവിച്ചത് എന്ന് ബദറിന്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊക്കെ യുദ്ധമില്ലാത്തൊരു ലോകത്തെ സ്വപ്നം കാണുമ്പോൾ പഴയ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിക്കുന്ന ആർക്കും യുദ്ധങ്ങൾ കടന്നു വന്നതിന്റെ താഴ്വഴികൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും എല്ലാം ഒന്നടങ്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, കുട്ടികളുടെ സ്കൂളിന് മുകളിലേക്ക് ബോംബുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുദ്ധവുമായി ഒരിക്കലും നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുപോലെ പുരാണങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളുമായി ഒരിക്കലും ബദറിനെ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയില്ല. ബദർ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട് ആ നാട്ടിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ സമൂഹം അവിടെ നിന്ന് ഹിജറ പോകേണ്ടി വരികയും പോയ നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ആ നിലയ്ക്കുള്ള പ്രതിരോധത്തിന് വേണ്ടി അള്ളാഹുവിന്റെ അനുമതി പ്രകാരമുള്ള സംഭവിച്ച യുദ്ധമായിരുന്നു ബദർ എന്നത് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബദർ എന്ന് പറയുന്നത് ചുരുക്കി മനസ്സിലാക്കിയാൽ മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും സിറിയയിലേക്ക് കച്ചവടാവശ്യാർത്ഥം പോകുന്നു. പ്രമുഖമായ ലക്ഷ്യം, പ്രകടമായ ലക്ഷ്യം കച്ചവടമാണെങ്കിലും ഗൂഢമായ ലക്ഷ്യം മദീനയിലുള്ള മുസ്ലിങ്ങളെ തകർക്കുക, ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് അവനും സംഘവും അങ്ങോട്ട് പോകുന്നത്. കച്ചവടത്തെ സംഘത്തെ തടയുക എന്നതായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 30 ഒട്ടകങ്ങളും 150 മുഹാജിറുകളും അടങ്ങുന്ന ചെറിയ ഒരു സംഘം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രാസംഘം തിരിച്ചു വരുമ്പോൾ തടയുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇത് അബൂ സുഫിയാനും സംഘവും അറിയുന്നു. അവരുടെ കയ്യിൽ ആയിരക്കണക്കിന് ഒട്ടകങ്ങളും 50,000 സ്വർണ്ണ നാണയങ്ങളും, മദീനയെ തകർക്കുക, മദീനയുടെ പച്ചപ്പിനെ തുടച്ചു നീക്കുക എന്ന ഗൂഢലക്ഷ്യവുമായി അവരുടെ യാത്ര അവർ മടങ്ങി വരികയും മുസ്ലിങ്ങളുടെ പുറപ്പാട് അവൻ മനസ്സിലാക്കുകയും വലിയ പ്രശ്നകലുഷിതമായ അവസ്ഥയെന്ന് അബൂജഹലിനെ അറിയിക്കാൻ വേണ്ടി അവിടേക്ക് ഒരാളെ പറഞ്ഞയച്ചുകൊണ്ട് അവനോട് ഇതിനു വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ബദറിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അബൂ സുഫിയാൻ അബൂജഹലിനോട് യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാട് വേണ്ട എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അബൂജഹല് അഹങ്കാരത്തിന്റെ ഉടയാടയണിഞ്ഞുകൊണ്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്: യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ബദറിലേക്ക് പോകും. ബദറിൽ വൃത്തികളെ കൊണ്ട് അതുപോലെ തന്നെ കള്ളു കുടിക്കുകയും പാട്ടുപാടുകയും എല്ലാവിധ വിജയാഘോഷങ്ങൾ മുഴക്കുകയും അവിടുത്തെ വൃത്തികളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോരൂ എന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് അബൂജഹലും അങ്ങോട്ട് പുറപ്പെടുന്നത്. യുദ്ധം നിർബന്ധമല്ലാത്തത് കൊണ്ട് പ്രവാചകനൊപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. മദീനയിൽ ഇമാമായി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുന്നുണ്ട്. അങ്ങനെ കച്ചവട സംഘത്തിന്റെ നേതാവായിരുന്ന അബൂ സുഫിയാനും സംഘവും അറിയുകയും അവരാ വഴി രക്ഷപ്പെടുകയും ചെയ്തതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ചെങ്കടലിന്റെ തീരത്തുകൂടി അവർ രക്ഷപ്പെട്ടു. പിന്നീട് യുദ്ധം വേണ്ട എന്ന അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ പിന്നീട് മുശ്രിക്കുകളുടെ സംഘത്തെ നേരിടുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധ്യതയായി. എന്ത് ചെയ്യണമെന്നറിയാതെ പല നിലയ്ക്കും പ്രവാചകൻ വഹീ കൊണ്ടുവരുന്ന വഹീ ലഭിക്കുന്ന പ്രവാചകൻ സഹാബാക്കളുമായി, അൻസാറുകളുമായി, മുഹാജിറുകളുമായി കൂടിയാലോചന നടത്തുന്നതിന്റെ മാതൃക കൂടി ബദറിന്റെ ആ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ബദർ, പ്രതിരോധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ നടന്നിട്ടുള്ള ബദർ, ആ ബദർ ആ നിലക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ നബിക്കും സഹാബത്തിനും
അള്ളാഹുവിന്റെ അളവറ്റ സഹായം ബദറിൽ ഇറങ്ങി എന്നത് ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് മുമ്പ് തന്നെ വിശ്വാസികൾക്ക് ആശ്വാസമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു മഴ ലഭിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വൈനസ്സില അലൈക്കും മിനസ് സമാഇ മാഅൻ. എന്തിനു വേണ്ടിയാണ് ആ മഴ അള്ളാഹു നൽകിയത്? ലിയുതഹിറുക്കും ബിഹി, അവർ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, വിശ്വാസികൾക്ക് അനുഗ്രഹമായിട്ടാണ്. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാൻ, പൈശാചികമായ ചിന്തകളിൽ നിന്ന് തുടച്ചു നീക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണ്. ലിയർബിത അലാ ഖുലൂബിക്കും, അവരുടെ ഹൃദയങ്ങൾ കെട്ടുറപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, അവരുടെ കാൽപാദങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയാണ്. അള്ളാഹു ആ നിലക്കുള്ള സഹായങ്ങൾ വിശ്വാസികൾക്ക് നൽകിയത് കാണാൻ കഴിയും. മുസ്ലിങ്ങളുടെ കണ്ണിൽ ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ വളരെ ചെറിയ സംഘമായി തോന്നിപ്പിച്ചു എന്നത് അള്ളാഹു ബദറിൽ വിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ഫീ അയ്യുനിക്കും ഖലീല, അവർ വലിയ സംഘമാണ്, ഒരുപാട് ഒട്ടകങ്ങളും വലിയ വലിയ ആയുധ സജ്ജീകരണങ്ങളുമുള്ള മുശ്രിക്കുകൾ വിശ്വാസികളുടെ കണ്ണിൽ വളരെ ചെറിയൊരു സംഘമായിട്ട് തോന്നി എന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു അവരെ തോന്നിപ്പിച്ചു എന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത വലിയ അനുഗ്രഹമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രവാചകൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ഇന്ന സ്ഥലത്തൊക്കെയാണ് ഇന്ന മുശ്രിക്ക്, ഇന്ന അള്ളാഹുവിന്റെ ശത്രു മരിച്ചു വീഴുന്നത് എന്ന് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അത് തന്നെ അവർക്ക് കിട്ടുന്ന ആത്മവിശ്വാസവും അള്ളാഹുവിന്റെ അളവറ്റ സഹായത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന യുരീന മസാലി അഹ്ലൽ ബദർ ഫിൽ അംസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ യഖൂലു ഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ ഇൻഷാ അല്ലാഹ്, ഇന്ന സ്ഥലത്ത് ഇന്ന മുശ്രിക്ക് മരിച്ചു വീഴുമെന്നത് വഹീ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു എന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ സഹായമാണ്. പരിശുദ്ധ ഖുർആനിൽ ആ വിശ്വാസി ചെറിയ സംഘത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അവർ വളരെ ദുർബലമായിരുന്നു. മുനയൊടിഞ്ഞ അമ്പുകളും തുരുമ്പിച്ച വാളുകളും യാതൊരു യുദ്ധ സാഹചര്യവും മുന്നൊരുക്കവും അതുപോലെ പരിശീലനവും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. ധരിക്കാനുള്ള പാദരക്ഷയില്ല, ഉടുക്കാനുള്ള വസ്ത്രമില്ല, കഴിക്കുവാനുള്ള ഭക്ഷണമില്ല. ആ നിലയ്ക്ക് എല്ലാ നിലയ്ക്കും പ്രയാസത്തിന്റെ പരിവട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന പ്രവാചകനും അനുയായികളും. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ദുർബലമായിരുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹു അവരെ സഹായിച്ചതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. തുടരെ തുടരെ മലക്കുകളെ അയച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും, 1000 ആണോ 3000 ആണോ 5000 ആണോ, ഏത് നിലക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ബദറിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വഹാബാക്കൾ ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ നേരെ ചീറിപ്പാഞ്ഞ് വാള് വീശുക മാത്രം, വെട്ടുകൊണ്ട് വീഴുന്നത് അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വേറെയും ധാരാളം അത്ഭുതങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ സംഭവിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ലോകാവസാനം വരെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരുത്തും ആത്മീയ അനുഭൂതികളും നൽകുന്ന വളരെ ചരിത്ര പ്രസിദ്ധം അതുല്യമായ ഒരു സംഭവമാണ് ബദർ. അതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബദറിനെ കുറിച്ച് പറഞ്ഞത്, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്നവർക്ക്, കാണുന്നവർക്ക് തീർച്ചയായും അതിൽ ധാരാളം ഗുണപാഠങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലുണ്ട്. സഹോദരങ്ങളെ, ഓരോ റമദാനും, റമദാൻ 17 ആകുമ്പോഴും അതുപോലെ റമദാന്റെ ദിനരാത്രങ്ങൾ വരുമ്പോഴും റമദാന്റെ ചരിത്രബോധം നമ്മൾ ഓർക്കുമ്പോൾ എന്ത് പാഠം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഖുർആൻ പറഞ്ഞു, അതിൽ നിന്ന് പാഠമുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വിശ്വാസികൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ആ പാഠങ്ങൾ, അതിന്റെ ഗുണപാഠങ്ങൾ അത് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉറപ്പാണ് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അതിന്റെ പാഠമാണ്. അള്ളാഹുവിന്റെ ശത്രുക്കൾ അത് എത്ര വലിയവരാണെങ്കിലും, ഏതൊക്കെ തരത്തിലുള്ള വലിയ ആയുധ സജ്ജീകരണങ്ങൾ ഉള്ളവരാണെങ്കിലും, എത്ര വലിയ സംഘങ്ങളാണെങ്കിലും അവരെ അള്ളാഹു പരാജയപ്പെടുത്തും എന്നതിന്റെ തെളിവാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര ചെറിയ സംഘങ്ങളെയാണ് ലോക ചരിത്രത്തിൽ, എത്ര വലിയ സംഘങ്ങളെയാണ് ലോക ചരിത്രത്തിൽ ചെറിയ സംഘങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു വിശ്വാസികൾക്ക് വിജയം നൽകും എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ഒരു പിടി മണ്ണ് വാരി എറിയുക മാത്രയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ റഅയ്ത ഇദ റമൈത വലാകിന്നല്ലാഹ റമാ. പ്രവാചകൻ എറിഞ്ഞുവെങ്കിലും പ്രവാചകനല്ല എറിഞ്ഞത്. അവരുടെ കണ്ണുകൾ, ശത്രുക്കളുടെ മുഴുവൻ കണ്ണുകളിലേക്കും ആ മണ്ണ് പോയി വീഴുമാറ് അള്ളാഹുവിന്റെ സഹായം അവിടെ ഉണ്ടായി എന്നത്
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജീവിതം റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചതിന്റെ പേരിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അബൗദ്ധികമായ സഹായം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ബദറിന്റെ രണാങ്കണത്തിൽ വിശ്വാസികൾക്ക് കിട്ടി എന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. എല്ലാ നിലക്കുമുള്ള പ്രതികൂല സാഹചര്യമായിരുന്നില്ലേ ബദർ? അവർക്ക് ആയുധമില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള യുദ്ധത്തിന് പോകാനുള്ള സജ്ജീകരണങ്ങളുമില്ല. എല്ലാ നിലക്കും പ്രതികൂലമായിരുന്ന സാഹചര്യം, വസ്ത്രം പോലും ഇല്ലാത്ത സാഹചര്യം, ഒരു തയ്യാറെടുപ്പ് നടത്താതിരുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ബദറിലേക്ക് പോകാൻ സ്വഹാബത്ത് തയ്യാറായി എന്ന് നമ്മൾ കാണുമ്പോൾ എന്തനുകൂല സാഹചര്യമായിരുന്നു ബദറിൽ ഉണ്ടായിരുന്നത്? യുദ്ധം അവർ പ്രതീക്ഷിച്ചിരുന്നോ? അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ഏതെങ്കിലും പ്രതിരോധ സംവിധാനങ്ങൾ അവർ കണ്ടിരുന്നോ? ഒന്നുമില്ലാതിരുന്ന സമയത്താണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് വിശ്വാസികൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുന്നേ ഒരു യുദ്ധം നടത്തിയ മുന്നനുഭവങ്ങളില്ല. അതുപോലെ തന്നെ എണ്ണബലം നോക്കിയാൽ വളരെ കുറവാണ്, ദുർബലരായ ആളുകളാണ്. പക്ഷേ അവരുടെ വിശ്വാസം കൊണ്ട് അതിനെ അതിജയിച്ചു. വലിയ ശക്തിയെ അതിജയിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ഇത് പറയുമ്പോൾ എല്ലാ ദീനിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ ക്ഷണിച്ചാൽ, ഒരു ഖുർആൻ ക്ലാസ്സിന് ക്ഷണിച്ചാൽ, അതുപോലെ തന്നെ പള്ളിയിലേക്ക് നിർബന്ധ നമസ്കാരത്തിന് പോലും വരാൻ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. സുബൈക്ക് പള്ളി വരാൻ പറഞ്ഞാൽ തണുപ്പാന്ന് പറയും, യാത്രാ ദൂരം കൂടുതലാണെന്ന് പറയും, പലിശ വാങ്ങരുതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കാലത്ത് എങ്ങനെ അല്ലാതെ ജീവിക്കുമെന്ന് പറയും. ഓരോ തെറ്റുകളും ഓരോ നന്മകളും നമ്മളോട് പറയുമ്പോൾ നമ്മൾ പല പ്രതികൂല സാഹചര്യങ്ങളും പറയും. ഓരോ തിന്മകളും ഒഴിവാക്കാൻ പറയുമ്പോൾ അതിനും പല പ്രതികൂല സാഹചര്യങ്ങൾ പറയും. ന്യായീകരണങ്ങളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് തെറ്റുകളിലേക്ക് നമ്മൾ കടന്നുപോകും. ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കണം, എന്ത് അനുകൂല സാഹചര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കാൻ ഒരു ന്യായീകരണം കൊണ്ടും കാര്യമല്ല എന്ന തിരിച്ചറിവ് ഈ ബദർ കൊണ്ട് നമുക്കുണ്ടാകണം. ആയുധപ്പുരകളും നശീകരണ ശേഷിയുള്ള ആയുധങ്ങളും എല്ലാം അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസങ്ങൾ കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും വിശ്വാസദൃഢത കൊണ്ടും നേടിയെടുത്ത അചഞ്ചലമായ വിജയമാണ് ബദറിന്റെ ചരിത്രത്തിൽ സ്വഹാബാക്കൾ നേടിയെടുത്തത്, പ്രവാചകനും സഹാബാക്കളും നേടിയെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് എല്ലാത്തിനേക്കാളും വലുത് റബ്ബായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. ആ സ്വഹാബത്തിന് എല്ലാത്തിനേക്കാളും വലുത് സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും കച്ചവടം, അതുപോലെ തന്നെ മാന്യം നേരിടുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തെക്കാളും അവരേറെ സ്നേഹിക്കുന്ന അവരുടെ പാർപ്പിടത്തെക്കാളും എല്ലാത്തിനേക്കാളും അള്ളാഹുവിന്റെ മതവും അതുപോലെ തന്നെ ദീനുമാണ് അവർക്ക് ഏറ്റവും, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവുമാണ് അവർക്ക് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ പല സ്വഹാബത്തിന്റെയും കുടുംബക്കാരാണ് അവർ. അവരുടെ കുടുംബക്കാര്, അവരുടെ ഇളയപ്പ, അതുപോലെ അവരുടെ മക്കൾ, അതുപോലെ തന്നെ അവരുടെ ഉപ്പ, പ്രിയപ്പെട്ടവരൊക്കെ ശത്രുപക്ഷത്ത് മുശ്രിക്കുകളുടെ ഭാഗത്തുണ്ട്. അവരുയർത്തുന്ന വാളുകൾ അവരുടെ ആ തിരിച്ച് അവരുടെ കീശയിലേക്ക് അതിന്റെ കീശയിലേക്ക് പോയിട്ടില്ല. കാരണം അവിടെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന ദൃഢതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉത്ബത്ത് ബിൻ റബീഅ, സഹോദരൻ വലീദ്, പുത്രൻ ഷൈബ എന്നിവരൊക്കെ ശത്രുപക്ഷത്തുണ്ടായിരുന്നു. പക്ഷേ മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ ആ യുദ്ധത്തിൽ എന്റെ കുടുംബക്കാരുടെ, എന്റെ രക്തം ഓടുന്നവരുടെ മുകളിൽ നേരെ വാള് ചുഴറ്റാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ നേരെ മുന്നിൽ വരുന്നത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന തന്റെ മകനാണ്, പ്രിയപ്പെട്ട മകനായ സ്വഹാബിയാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ആ സ്വഹാബി അന്ന് മുശ്രിക്കുകളുടെ പക്ഷത്തു നിന്നാണ് വരുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ മകന് നേരെ യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോയില്ല എന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബദറിന്റെ ഇസ്ലാമിക പതാകവാഹകനായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബ്ദുൽ അസീസ്, അദ്ദേഹം അവിടെ ശത്രുപക്ഷത്തുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് അതൊന്നും തടസ്സമായിരുന്നില്ല. അവർക്ക് വലുത് അവരുടെ മതമായിരുന്നു. അതിന്റെ മുന്നിൽ ഉപ്പയെന്നോ, അതിന്റെ മുന്നിൽ മകനെന്നോ, അതിന്റെ മുന്നിൽ സഹോദരനെന്നോ ഒന്നും അവരെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം തടസ്സം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇന്ന് നമ്മൾ ഒരു ഹറാമ് ചെയ്യണമെങ്കിൽ ജോലിയുടെ പേരിൽ, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കൂട്ടുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ തെറ്റുകളാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ബദറിന്റെ പാഠമാണ് ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. യുദ്ധവേളകളിൽ അവർ ഉയർത്തിപ്പിടിച്ചത് കലിമത്തുൽ ഉൽയ, ഏറ്റവും വലിയ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ എപ്പോൾ പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എപ്പോൾ പറഞ്ഞാലും തൗഹീദ്, ഇതല്ലാതെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? വേറെ എന്തൊക്കെ കാര്യങ്ങൾ നാട്ടിൽ ഇടപെടാനുണ്ട്? ഇങ്ങനെ പറയുന്ന ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ബദറിന്റെ രണാങ്കണത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അവിടെ ഉയർത്തിപ്പിടിച്ച കലിമത്തുൽ ഉൽയ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ആ നാട്ടിലേക്ക് പ്രബോധന രംഗവുമായി കടന്നു വന്നതിന്റെ പേരിലാണ് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന, മദീനയുടെ ശാദന തീരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്ന ചരിത്രം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെയും ഏറ്റവും മുഖ്യമായ അജണ്ട അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. അതുകൊണ്ടാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ മക്കയിലെ മലരാരുണ്യത്തിൽ മലർത്തി കടത്തി മല പോലെയുള്ള പാറക്കൽ എടുത്ത് നെഞ്ചത്ത് വെച്ച് അതിലൂടെ വലിച്ചഴക്കുമ്പോഴും ശരീരത്തിന്റെ ആ ഭാഗങ്ങളിലേക്ക്, ആ മാംസള ഭാഗങ്ങളിലേക്ക് മണൽ തരികൾ, ചൂട് വെന്തുരുകുന്ന മണൽ തരികൾ അടിച്ചു കയറുമ്പോൾ പോലും അതിൽ നിന്നും ഒട്ടും പിന്നോട്ട് മാറാതെ അഹദ് അഹദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഞാനിത് പറഞ്ഞത് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മക്ബറകളിൽ നിന്ന് മക്ബറകളിലേക്ക്, ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക്, എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ മന്ത്രവാദങ്ങളിലേക്കും ഊർക്കിലേക്കും ഏലസിലേക്കും ഒക്കെ പോകുന്ന ബഹുഭൂരിപക്ഷം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് പോലും അല്ലാഹു അല്ലാത്തവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കെലിമത്തിൽ വലിയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത, പാഠം ഈ ബദറിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ശത്രുക്കെതിരിൽ വിജയം ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് വലിയ മിസൈലിനേക്കാളും, എത്ര വലിയ ക്ലസ്റ്റർ ബോംബിനേക്കാളും സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് വിശ്വാസികൾ പഠിക്കുകയും അവിടെ ഹൃദയത്തിൽ അത് കൊത്തുവെക്കുകയും ചെയ്യണം. പ്രാർത്ഥന നഷ്ടപ്പെടരുത്. അൽ ഫത്താഹായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരോട് അല്ലാഹുവിന് കോപമാണ്. ആത്മാർത്ഥമായി ഈ റമദാൻ മാസത്തിൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. റബ്ബിനോടുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ബദറിന്റെ രണാങ്കണം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനിൽ പ്രവാചകൻ ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദഫീൻ. പ്രവാചകൻ ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഇസ്ലാമിന്റെ പ്രകാശം ഈ ലോകത്ത് പ്രകാശിപ്പിക്കണമേ. ഈ വാക്കെങ്ങാനും കെട്ടുപോയാൽ ലോകത്ത് നിന്നെ ആരാധിക്കുന്ന ഒരു സംഘമില്ലാതെയാകും പോകും റബ്ബേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദു ഫിൽ അർദ് എന്ന് പ്രവാചകന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. ഏത് രംഗത്തും പ്രാർത്ഥന നമ്മുടെ ആയുധമായിരിക്കണം. ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹു നമ്മുടെ അടുത്തവനാണ്. അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കൂ, ഫൽയസ്തജീബൂലി, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ആയുധമായി നമ്മൾ സ്വീകരിക്കണം. ഇത് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ്. മാത്രവുമല്ല, നോക്കൂ, നിങ്ങൾ റമദാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഹദീസുകളിലും നമ്മൾ കാണും, മിക്ക ഹദീസിലും കാണുന്നതാണ് ഈമാൻ ഇഹ്തിസാബൻ, അല്ലേ, ഇഖ്ലാസ്, പ്രതിഫലേച്ഛ, വിശ്വാസം. ഇത് പ്രധാനമാണ്. ബദറിന്റെ ചരിത്രം നോക്കൂ, അവിടെയും അള്ളാഹു പഠിപ്പിച്ചത് ഈ ഇഖ്ലാസും ഈമാനും തന്നെയാണ്. അതുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ യുദ്ധത്തിന്റെ സമയത്ത് ഒരു സഹാബി വരികയാണ്. ആ സഹാബി പറഞ്ഞു, പ്രവാചകരെ, യുദ്ധാർജിത സ്വത്തിന് വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കീർത്തി ലഭിക്കാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു, സ്ഥാനം കാണാൻ വേണ്ടി, ഉന്നതമായ സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം കാരണം യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളത് ഏതാണ് നബിയെ എന്ന് ചോദിച്ചു. മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ലൽ ഉലിയ വഹുവ ഫീ സബീലില്ലാഹ്. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന യുദ്ധം അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ ഓരോ പ്രവർത്തികളും, നമ്മുടെ നോമ്പും, നമ്മുടെ രാത്രി നമസ്കാരവും, നമ്മുടെ ഖിയാമുൽ ലൈലും, നമ്മുടെ ഖുർആൻ പാരായണവും, നമ്മുടെ ദാനധർമ്മവും എല്ലാം വിശ്വാസത്തിലും ഇഖ്ലാസിലും ഇത്തിബാഇലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ന പാഠം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റമദാനാണെന്ന ബോധം നമുക്കുണ്ടാകണം. റമദാനിലെ ഇബാദത്തുകൾ സജീവമാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരിക്കലും കടത്തിണ്ണകളിലും അതുപോലെ തന്നെ മൊബൈലുകളിലും ഒക്കെ സമയത്തെ ചെലവഴിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ഇഖ്ലാസോടുകൂടി, പ്രതിഫല ആഗ്രഹത്തോടുകൂടി, ഇഹ്തിസാബോടുകൂടി കർമ്മങ്ങളിലേക്ക് തിരിയാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കണം. മാത്രവുമല്ല, പിശാച് നമ്മളെ ചതിക്കും എന്നത് ബദറിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിശാച് ശത്രുക്കളുടെ മുന്നിലേക്ക് പോയി, മക്കാ മുശ്രിക്കുകളുടെ മുന്നിലേക്ക് പോയി. അവർക്കെല്ലാം അലങ്കാരമായി തോന്നിച്ചു, നിങ്ങൾ വലിയ സംഘമാണ്, നിങ്ങൾക്ക് ആയുധമുണ്ട്, അവർ വളരെ ചെറിയ സംഘമാണ്, അവരമ്പെ പരാജയപ്പെട്ടു പോകും എന്നിങ്ങനെ മന്ത്രിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അവരതിനനുസരിച്ചുകൊണ്ട് ആ നിലക്ക് അവർ മുന്നോട്ട് പോയി. അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് പരാജയത്തിന്റെ കയ്പുനീർ അനുഭവപ്പെടുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, പിശാച് പറയാണ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്ന പിശാചിനെയാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ. നമ്മളിലേക്ക് വരും, ഹറാമുകൾ നമ്മളെ പ്രേരിപ്പിക്കും, തിന്മകളിലേക്ക് നമ്മളെ നയിക്കും, നന്മകളിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തും. എല്ലാം ചെയ്ത് അവസാനം നമ്മളെ ചതിക്കുഴിയിലേക്കും ലോകത്തിന്റെ മുന്നിലും എല്ലാ നിലക്കും വഷളത്തരത്തിലേക്ക് കൊണ്ടുപോകും
പോയി ചാടിച്ചിട്ട് അവസാനം പിശാച് നമ്മളിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അവൻ പറയും ഞാൻ ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളെ ശിർക്കിലേക്ക് കൊണ്ട് ചാടിക്കാൻ പിശാച് ശ്രമിക്കും, നമ്മളെ ബിദ്അത്ത് ചെയ്യിപ്പിക്കാൻ പിശാച് ശ്രമിക്കും, നമ്മളെ ഹറാമും അശ്ലീലതകളിലേക്കും ചാടിക്കാൻ പിശാച് ശ്രമിക്കും. അവിടെയെല്ലാം പിശാച് നമ്മുടെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റാൻ നമ്മൾ ഈ റമദാൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ് റമദാൻ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അള്ളാഹു ബദറിൽ നിന്ന് നമുക്ക് നൽകുന്ന മറ്റൊരു പാഠമാണ് നന്മയുടെ കാര്യങ്ങൾ നമ്മൾ എത്ര വെറുപ്പുള്ളതാണെങ്കിലും അത് നന്മയായിരിക്കും. അള്ളാഹു ഒരു കാര്യം നന്മയാണെന്ന് പഠിപ്പിച്ചാൽ അത് എക്കാലത്ത് നന്മയായിരിക്കും. റബ്ബ് ഒരു കാര്യം തിന്മയാണെന്ന് പഠിപ്പിച്ചാൽ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റേണ്ടതല്ല. നമ്മൾ പലപ്പോഴും പറയും ഇതിപ്പോ ചെയ്യണോ, ഇല്ലേ ദീനിന്റെ കാര്യങ്ങൾ ഇതായത് അതിപ്പോ നിർവഹിക്കണോ, ഈ കാലഘട്ടത്തിലും അത് വേണോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ തിന്മ എന്ന് തോന്നുന്ന നല്ല നന്മ അള്ളാഹു ഒരു കാര്യം നന്മ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പിന്നീടും നമുക്കത് ബോധ്യപ്പെടുന്ന നമ്മുടെ മനസ്സുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. അത് നന്മയായിരിക്കുമെന്ന പാഠം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കുത്തുബ അലൈക്കുമുൽ ഖിതാലു വഖുറും ലക്കും. നിങ്ങൾക്ക് ആ യുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലർക്ക് വെറുപ്പായി തോന്നാം, അവർ മുന്നേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു വൈമനസ്യം ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സിൽ വെറുപ്പ് തോന്നിയാലും നിങ്ങൾക്കത് നന്മയായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നന്മയായി തോന്നും, പക്ഷേ അള്ളാഹു അത് ശർറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശർറായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം ലോകം ഇന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബിന്റെ സഹായം ബദറിൽ മാത്രം പരിമിതമല്ല എന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു 3 ഗുണങ്ങൾ. ആ ഗുണങ്ങൾ നിങ്ങൾ നേടിയെടുത്താൽ ഒന്ന് വിശ്വാസമാണ്, ലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളാവുക എന്നതാണ്. രണ്ടാമത് വലാ ഇൻ തസ്ബിറു വതത്തഖു നിങ്ങൾ ക്ഷമ അവലംബിക്കാൻ തയ്യാറാവുകയാണ്. വതത്തഖു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക, ജീവിതത്തിൽ നന്നായി വരിക, ജീവിതത്തിൽ സൂക്ഷ്മത തഖ്വ ഉണ്ടാവുക. റമദാനിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ആയ തഖ്വ അത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേടിയെടുക്കുക. ഈ 3 ഗുണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സംജാതമാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും എന്നത് കാണാൻ കഴിയും. അത് ഉണ്ടായത് കൊണ്ടാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് ബദറിൽ അള്ളാഹു സഹായിച്ചത് എന്നത് നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ കഴിയും. ആ സഹാബത്ത് പ്രവാചകനെ അനുസരിച്ചു, ആ സ്വഹാബത്ത് അള്ളാഹുവിനെ അനുസരിച്ചു. ജീവിതം അക്ഷരം പ്രതി പ്രവാചകന്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിലേക്ക് ശിരസാ വഹിക്കാൻ അവർ തയ്യാറായി. അതിന്റെ മാതൃക നമുക്ക് ബദറിൽ കാണുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ജീവിതത്തിലെ വസ്ത്രധാരണമാകട്ടെ, ജീവിതത്തിലെ രീതിയാകട്ടെ, കച്ചവട മാതൃകയാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, പ്രവാചകന്റെ മാതൃകകൾ പലപ്പോഴും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ ആലോചിക്കണം സ്വഹാബത്ത് എങ്ങനെയായിരുന്നു. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന മുഅ്മിനീങ്ങളുടെ വാക്കെന്ന് പറഞ്ഞാൽ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ അവർക്കൊരു സംശയമില്ല, പിന്നെ അവിടെ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവരുടെ ബുദ്ധിയിലിട്ട് ആ ഒരു വിഷയത്തിലിട്ട് അതിങ്ങനെ കൃത്യമായി പരിശോധിക്കേണ്ട കാര്യമില്ല. അല്ലാഹുവും റസൂലും പറഞ്ഞ സമീഅനാ വഅതൈനാ കേട്ടു അനുസരിച്ചു, അതാണ് ഈമാൻ, അതാണ് വിശ്വാസം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ബദറിലേക്ക് പോകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുന്നിലേക്ക് പോയി, മുഹാജിറുടെ മുന്നിൽ പോയി അതിനുവേണ്ടി ചോദിക്കുന്നുണ്ട്. ഖാല മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എണീറ്റ് പറയാണ്, പ്രവാചകരെ മൂസാ നബിയും അല്ലാഹ് നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് അവര് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. പ്രവാചകൻ എവിടേക്ക് ക്ഷണിച്ചാലും ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറഞ്ഞത് കൊണ്ടാണ് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനോട് അൻസാരികളോട് പ്രവാചകൻ അവിടുന്ന് അഭിപ്രായങ്ങൾ ആരായുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഈ കാണുന്ന ആർത്തിരമ്പുന്ന തിരമാലകൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ലോകത്തിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞാൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്തിന്റെ മാതൃക ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. പ്രവാചകൻ ഞെരിയാനയുടെ മോളിൽ വസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അത് ആര് നമ്മൾ വെറുത്താലും, ആര് നമ്മളെ നോക്കിയാലും, ആര് നമ്മളെ കുറിച്ച് നോക്കിയാലും ഇസ്ലാമിന്റെ ശിആർ പാലിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ ഹലാവത്ത് നമുക്ക് കിട്ടുക. ജീവിതത്തിൽ എല്ലാ എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് കൊത്തിവെക്കാൻ നമുക്ക് സാധിക്കുന്നിടത്തെ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയുള്ളൂ. തൗഹീദിന് വേണ്ടിയായിരുന്നു ബദർ. തൗഹീദായിരുന്നു ഏറ്റവും പ്രധാനം. 2 പേരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചരിത്രം നമ്മൾ കാണുന്നത്. ആരൊക്കെയായിരുന്നു? ഒന്ന് അബൂജഹലായിരുന്നു. കൗബയുടെ കില്ല പിടിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ അവരെ രക്ഷിക്കണേ എന്നും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
കൗബയുടെ കില്ല പിടിച്ചു പ്രാർത്ഥിച്ചു. രണ്ടുപേരിൽ പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അബൂജഹൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അബൂജഹലിന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, അതിന് പുറമെ അള്ളാഹുവിന് പുറമെയുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട്, ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, ലാത്തയോട്, ഉസ്തയോട്, മനാത്തയോട് അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കും. മഹാനായ പ്രവാചകനാണെങ്കിലോ ലോകത്തെ സൃഷ്ടിച്ചത് റബ്ബാണ്, ആ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിന്റെ അടിസ്ഥാന വിഷയം അതാണ്. ജീവിതത്തിന്റെ മുഴുവൻ ഇബാദത്തുകളും അത് അള്ളാഹുവിന് മാത്രം എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് തൗഹീദ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, ആ ബദരീങ്ങളുടെ ആണ്ടി എന്ന് പറഞ്ഞ ഇതേ റബീഉൽ അവ്വൽ, ഇന്ന് റമദാൻ 17 ഈ റമദാൻ 17 പോലും ബദർ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ബദർ തവസ്സുൽ ബൈത്തുകളും അതുപോലെ തന്നെ എല്ലാ ബലാലും മുസീബത്തുകളും നീങ്ങാൻ ബദരീങ്ങളുടെ പേരെഴുതി വീട്ടിൽ തൂക്കിയാൽ, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ചാൽ മുറാദിയ 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 അഹ്ലൽ ബദരിയ മുറാദി എന്ന് വിളിച്ചാൽ അവര് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളുടെ ഭാഷ അറിയുകയും നമ്മുടെ മനസ്സറിയുകയും അബൗദികമായ മാർഗത്തിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുമെന്ന അബദ്ധജടിലമായ വിശ്വാസം, ശിർക്കൽ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇത്തരം ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? അവരോട് ആകാശത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, അതുപോലെ തന്നെ കാഴ്ചയും കേൾവിയും അധീനമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ജീവിച്ചതിൽ നിന്ന് മരിച്ചതിനെയും മരിച്ചതിൽ നിന്ന് ജീവിച്ചതിനെയും പുറത്തു കൊണ്ടിരുന്ന ആരാണെന്ന് ചോദിച്ചാൽ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹു ആണെന്ന് അവര് പറയും. അതാ കടലിലൂടെ ആദ്യം കടലിലൂടെ അവർ സഞ്ചരിച്ചാൽ അവിടെ വലിയ തിരമാലകൾ വരുമ്പോൾ അവർ ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്നാൽ അവർക്ക് സംഭവിച്ച അബദ്ധം ഖുർആൻ പറഞ്ഞു, അവര് കരയിലേക്ക് വന്നാലോ അവർ ശിർക്ക് ചെയ്യും, അള്ളാഹുവിൽ പങ്കു ചേർക്കും. അത് അപകടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവർ പറഞ്ഞ ന്യായം എന്താണ്? അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളാണ് ഇവർ എന്ന ന്യായമാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്തരം ആളുകളെ കുറിച്ച് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇക്കാലത്ത് ചില ആളുകളുണ്ട് കബറുകൾ കെട്ടിപ്പൊക്കി, നമ്മുടെ നാട്ടിലും ഉണ്ടത്. അതുപോലെ പച്ചപ്പൊട്ടിട്ട് നിലവിളക്ക് അവിടെ വെച്ച് അതിന്റെ മുന്നിൽ വന്ന് തിന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളും പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ കാണാൻ കഴിയും. ഇത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത അതേ പ്രവർത്തനത്തിന് തുല്യമാണ്. മഹാന്മാരുടെ കബറുകളെ ആദരിക്കുന്നു എന്ന പേരിൽ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ഇമാമുമാർ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക, ബദറിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം വിശ്വാസികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനാണ്, അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്ന ഏതാനും ചില നോമ്പുകളാണ്. അവസാന 10ലേക്ക് കടക്കാൻ 1-2 ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ എങ്ങനെയായിരുന്നു? ഇദാ ദഖല അശറ അഹ്യൽ ലൈല വശദ്ദൽ മൈസറ വഇഖദാ ലഹു. പ്രവാചകൻ അവസാന 10ലേക്ക് പ്രവേശിച്ചാൽ മുണ്ട് മുറുക്കി ഉടുക്കും, രാത്രിയെ ജീവിപ്പിക്കും, കുടുംബത്തെ വിളിച്ചുണർത്തും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ജീവിപ്പിക്കും. കാരണം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയൊറ്റ രാവുകളും അവസാനത്തെ 10 നമ്മളിലേക്ക് വരുന്നത്. അതിനുവേണ്ടി രാത്രിയെ ജീവിപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിത രീതിയായിരുന്നു. എല്ലാ റമദാനിലും അങ്ങനെയായിരുന്നു. രാത്രി നമസ്കാരങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ഇത്തിക്കാഫ് കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, ദിക്റുകൾ ദുആകളൊക്കെ കൊണ്ട് സജീവമായി മറ്റ് എല്ലാ ഷുഗലുകളിൽ നിന്നും തിരക്കുകളിൽ നിന്നൊക്കെ മാറി അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുമായിരുന്നു എന്നതാണ്. രണ്ടാമത്, മുണ്ട് മുറുക്കി ഉടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശക്തമായി തയ്യാറാവുക എന്നതാണ്. അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ ആരാധനകൾ അനുഷ്ഠിക്കാൻ നമ്മൾ മാത്രമല്ല,
നമ്മുടെ കുടുംബത്തിനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഒരുക്കി കൊടുത്ത് ഈ നിലയ്ക്ക് ഒരുങ്ങുക എന്ന പ്രവാചകന്റെ മാതൃക നമ്മളെല്ലാവരും കാര്യമായി എടുക്കണം എന്ന് പ്രത്യേകം പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈത്തിക്കാഫ് എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇബാദത്തിൽ മുഴുകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇരിക്കുക, അവസാനത്തെ പത്തിലേക്ക് ഈത്തിക്കാഫ് ഇരിക്കാം. അള്ളാഹു ഒമ്പിച്ച പ്രതിഫലം ഓഫർ ചെയ്ത ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം നബിയെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് അവരൊക്കെ ഈത്തിക്കാഫ് ഇരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സ്ത്രീകൾക്കും ഈത്തിക്കാഫ് ഇരിക്കാം. പ്രവാചകന്റെ പത്നിമാർ അവിടെ പ്രവാചകനൊപ്പം ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്നത് വരെയും പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നു. അതിനുശേഷം പ്രവാചകന്റെ പത്നിമാരും ഈത്തിക്കാഫ് ഇരുന്നു എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഇമാം സുഹരിയൊക്കെ പറയുന്നുണ്ട്, ഈത്തിക്കാഫ് നഷ്ടപ്പെടുത്തുന്നവർ എങ്ങനെയാണ് ആളുകൾ ഈത്തിക്കാഫിനെ നഷ്ടപ്പെടുത്തുക എന്നതാണ്. കാരണം പ്രവാചകൻ സുന്നത്തുകൾ പഠിപ്പിച്ചത് ചിലത് പ്രവാചകൻ ചെയ്യും, ചിലത് ഉപേക്ഷിക്കും, അങ്ങനെ പലപ്പോഴും മാറിയും തിരിഞ്ഞും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു സുന്നത്താണ് ഈത്തിക്കാഫ് എന്നാണ്. അതുകൊണ്ട് എല്ലാവരും അതിനെ കാര്യമായി എടുക്കുക, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. പ്രകാശത്തിന്റെ സംഗമ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഖൈറും മിനൽ ഫിശ്ർ, 1000 മാസങ്ങളെക്കാൾ. 1000 മാസം എന്ന് നിജപ്പെടുത്തിയിട്ടില്ല. 1000 മാസങ്ങളെക്കാൾ എന്ന് പറയുമ്പോൾ അത് 2000 ആകാം, 3000 ആകാം, 5000 ആകാം. സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾ ചെയ്ത ഇബാദത്തിന്റെ കൂലി നമുക്ക് ലഭിക്കുന്ന പ്രവർത്തനമാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷ. അത് കിട്ടുക എന്ന് പറയുന്നത്. മുൻ സമൂഹങ്ങളിലൊക്കെ ഒരുപാട് വർഷം ജീവിക്കാനുള്ള അനുവാദവും അവസരവും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മത്തിന്റെ ആയുസ് 60-70 ഇതിന്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ ഇബാദത്ത് ചെയ്ത കൂലി നേടിയെടുക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകാൻ. ഇത് ചില വിശ്വാസികൾ കാര്യമായി എടുക്കും, ചിലർ അവഗണിച്ച് കളയും. ഒരിക്കലും നമ്മൾ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല. ആ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസങ്ങളും വർഷങ്ങൾക്ക് തുല്യാണ്. ഓരോ മണിക്കൂറുകളും വർഷങ്ങൾക്ക് തുല്യാണ്. ഓരോ സെക്കൻഡുകളും ദിവസങ്ങൾക്ക് തുല്യാണ്. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിന്റെ സമാധാനം, മഗ്ഫിറത്ത്, റഹ്മത്ത്, ബർക്കത്ത്, ഖൈറ് അങ്ങനെ തുടങ്ങി എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു രാവാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയാണ്, അനുഗ്രഹീതമായ രാത്രിയാണ് എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അള്ളാഹു അത് ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ ആമുഖമായി ഊതിവെച്ച വചനം പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തെ പറ്റിയും അള്ളാഹു ചോദിക്കും എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ വായിച്ചാൽ ഈ ആയത്തിന്റെ താഴെ പല വിശദീകരണങ്ങളും കൊടുക്കുന്നത് കാണാൻ കഴിയും. അതിൽ പ്രധാനമാണ് ഒരു സംഭവം. മഹാനായ പ്രവാചകൻ വിശന്നുകൊണ്ട് വീട്ടിൽ, നമുക്കറിയുന്ന സംഭവമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതേ സമയത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അദ്ദേഹവും വിശന്നിട്ടാണ് ഇറങ്ങുന്നത്, കഴിക്കാനൊന്നുമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശന്നിട്ടാണ് ഇറങ്ങുന്നത്. 3 പേരും അൻസാരിയായ ഒരു സഹാബിയെ കാണുന്നു. അവിടെ വീട്ടിൽ പോയി കാരക്കയും തണുത്ത വെള്ളവും അതുപോലെ ഭക്ഷണവും കഴിക്കുന്നു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ കഴിച്ച കാരക്കയ്ക്ക് പോലും അള്ളാഹിന്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടി വരും. ഇത് എവിടുന്ന് കിട്ടി, ഇത് കഴിച്ചത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും മറുപടി പറയേണ്ടി വരും എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. വീണ്ടും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് അതിന്റെ അടിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രാവിലെ സ്വസ്ഥമായി ഉണരുന്നു, അതുപോലെ തന്നെ ഒരു പ്രയാസവുമില്ല, നിങ്ങളുടെ സമ്പത്തുണ്ട്, നിങ്ങളുടെ ആരോഗ്യമുണ്ട്, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം, ആ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ലോകം മുഴുവനും കിട്ടിയവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളിവിടെ ഒരു ബോംബിന്റെ ശബ്ദം കേൾക്കണില്ല, ഒരു മിസൈലും നമ്മുടെ ഇവിടെ വന്ന് വീഴുമെന്ന് നമ്മൾ ഭയപ്പെടുന്നില്ല. ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ പോലും എത്ര സമാധാനത്തോടുകൂടി ഇരിക്കണേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ലാതെ വളരെ സ്വസ്ഥമായും അമ്ന് എന്ന് പറയുന്ന, നിർഭയത്വം എന്ന് പറയുന്ന നമ്മുടെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സേഫ്റ്റി ഇല്ലേ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. ആ നിലയ്ക്ക് വളരെ സ്വസ്ഥമായി ഒരു നാട്ടിൽ വളരെ സ്വസ്ഥമായി കച്ചവടങ്ങളും ജോലികളും എല്ലാം ചെയ്ത് ജീവിച്ചുകൊണ്ട് റമദാനിൽ പോലും ഇബാദത്ത് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു നിലക്കുമുള്ള ഭയം നമ്മളെ വേട്ടയാടുന്നില്ല. ഒരു ഹൈപ്പർസോണിക് ഒരു മിസൈലുകളും വന്ന് നമ്മുടെ പതിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തെയും നമ്മൾ കാണുന്നില്ല. എല്ലാ നിലക്കും സ്വസ്ഥമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ വിദേശികളായി, പ്രവാസികളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ സഹോദരങ്ങൾ ദുബൈയിലും അതുപോലെ തന്നെ ഖത്തറിലും സൗദിയിലും അതുപോലെയുള്ള ഒമാനിലും ഒക്കെ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ, മലയാളികളായ അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ അവിടെ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടാകും. അവര് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ശബ്ദം കേൾക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എത്ര പ്രയാസകരമായ അവസ്ഥയാണ്. അവർക്ക് മുൻ പരിചയമില്ല. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവർ വല്ലാതെ ഭയപ്പെടുകയാണ്. നിർഭയത്വം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമാണ്. നാട്ടിലേക്ക് ഇനി വരാൻ കഴിയില്ലേ, ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം.
ഓരോ റമദാനാകുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷമിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല അധിനിവേശ ശക്തികളും അമേരിക്ക, ഇസ്രായേലിനെ പോലെയുള്ള ആ രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മുൻ റമദാനുകളിലാണെങ്കിൽ ഫലസ്തീനിന്റെ മക്കളുടെ പ്രയാസങ്ങളാണ് നമ്മൾ കേട്ടതെങ്കിൽ ഓരോ റമദാൻ കഴിയുമ്പോൾ ഓരോ റമദാനിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസകരമായ വാർത്ത. സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകല്ല, അനാവശ്യമായ സംസാരങ്ങളല്ല നമ്മൾ ഉണ്ടാകേണ്ടത്, മറിച്ച് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയങ്ങൾ പറഞ്ഞിങ്ങനെ രാജ്യത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയും ഈ റമദാന്റെ സമയം കാർന്നെടുക്കുകയുമല്ല. നമ്മുടെ ഈ സമയത്ത് നമുക്ക് ലഭിച്ച അമ്നിനെ കുറിച്ച് അള്ളാഹുവിനോട് നന്ദി പറയുകയും ആത്മാർത്ഥമായി തഖ്വയിലേക്ക് മടങ്ങാനും അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി തയ്യാറാവുകയും ഇരു കൈകൾ ഉയർത്തി ഫലസ്തീനിന്റെ മക്കൾക്ക്, ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇന്നത്തെ ബക്കറ്റ് വിരുവ് ഇൻഷാ അള്ളാഹ് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന സ്ഥലത്ത് ഉൾപ്രദേശമായ പൊന്നാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സലഫി മസ്ജിദിന് വേണ്ടിയിട്ടാണ്. കുറെ സാധുക്കളായ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ ശ്രമഫലമായി ആണ് ഒരു ഷീറ്റിട്ട പള്ളിയാണ് അവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. റമദാനിൽ എടുക്കുന്ന സംഭാവനകളാണ് ആ പള്ളിയുടെ അങ്ങോട്ടുള്ള ചെലവിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സഹായിക്കുന്നത്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. പലരും നമ്മളെ സമീപിക്കാറുണ്ട്. ആ കാര്യങ്ങൾ റമദാനാകുമ്പോൾ പല വിരുവുകളും വരും, നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായി കാണണം. നമ്മുടെ പ്രവർത്തകരൊക്കെ കാര്യമായി സഹായിക്കുന്നത് കൊണ്ടാണ് പല പള്ളികളിലും ഇതുപോലെയുള്ള സഹായങ്ങൾ നമ്മൾ നൽകാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി, റമദാനാണ്, ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറയില്ല. പിശാച് പേടിപ്പിക്കും, നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കുറയും എന്ന് പിശാച് പേടിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? പിശാച് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ സമ്പത്തിന് കുറയില്ല എന്നാണ്. അതുകൊണ്ട് പ്രവാചകന്റെ വാക്കിനെ വിലക്കെടുത്ത് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന വിശ്വാസത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ഭവനത്തിനാണെന്ന നയത്തിൽ എല്ലാവരും അതിനുവേണ്ടി സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സക്കാത്തിന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സക്കാത്ത് കമ്മിറ്റി ഉണ്ട്, അത് കണക്കുകൂട്ടി നിർബന്ധ ദാനമാണ്. അതെല്ലാവരും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ യുദ്ധം അവസാനിക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടും. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തകർ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. നമ്മളെ പോലെ വന്ന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കാതെ ആഗ്രഹത്തോടെ കഴിയുന്ന ആളുകളുണ്ട്. ആത്മാർത്ഥമായി എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫാവും ആജിലിന് സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള മൈതാനിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ജുമായ്ക്കും അതുപോലെ തന്നെ തറാവീനും ഒക്കെ വരുന്നവർ അവിടെ പാർക്ക് ചെയ്യണം എന്നുള്ള അനുവാദമുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ റോഡിൽ പാർക്ക് ചെയ്ത് അവിടെ ആളുകൾക്ക് വഴിതടസ്സം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു എല്ലാവിധ സഹായവും അല്ലാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിഡിൽ ഈസ്റ്റിൽ പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരങ്ങൾ, ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹു ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ സന്തോഷവും മാനസിക സമാധാനവും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹുവെ നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അള്ളാഹുവെ വിശ്വാസി സമൂഹത്തെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അക്രമികളെ കൊണ്ട് അള്ളാഹുവെ നീ തുരത്തണേ റഹ്മാനെ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെ, ദീനിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കുതന്ത്രങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അഹ്ലുസുന്നയെ എല്ലാ ഇസ്സത്തോടുകൂടിയും ലോകത്ത് ഉദിച്ചുയരാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏറ്റവും വലിയ അക്രമികൾ ഒരു രാജ്യത്തിന്റെ നിയമത്തെയോ നിയമവ്യവസ്ഥയോ പരിഗണിക്കാതെ കുട്ടികളെ പോലും കൊന്നൊടുക്കുന്ന കാവാലികരെ അല്ലാഹുവേ നീ കൈകാര്യം ചെയ്യണേ റഹ്മാനെ. ദീനിനും വിശ്വാസത്തിനും ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആരുടെ മുന്നിലും നീ ഞങ്ങളെ നിന്നേതാക്കരുതേ റഹ്മാനെ. ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പരിക്കു പറ്റി, കൈകാലുകൾ നഷ്ടപ്പെട്ട്, കുടുംബം നഷ്ടപ്പെട്ട് നിരാലംബരായി, അതുപോലെ തന്നെ ഹിജറ ചെയ്യേണ്ടി വന്ന, അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന സഹോദരങ്ങൾ അല്ലാഹു എല്ലാവിധ സമാധാനവും, അവർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ നിർഭയത്വവും അല്ലാഹുവേ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ശത്രുക്കളുടെ മേൽ അവർക്ക് സമ്പൂർണ്ണ വിജയം നൽകണേ റഹ്മാനെ. അതുപോലെ സ്വതന്ത്രമായ രാജ്യം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഭീകര രാജ്യങ്ങളെ അള്ളാഹുവെ നീ കൈകാര്യം ചെയ്യണേ റഹ്മാനെ. മുസ്ലിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാ പ്രാർത്ഥനകൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ്. പരിശുദ്ധ റമദാനിലെ വിശ്വാസികളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا في كل مكان. اللهم ثبت اقدامهم. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.